ഇറാന്റെ ആണവ നിലയത്തിന് നേരെ ആക്രമണം നടത്തിയാൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇസ്രായേലിന് നേരെ മുന്നറിയിപ്പ് നൽകിയപ്പോൾ റഷ്യ രംഗത്ത് വന്നിരിക്കുകയാണ്. 2 ദിവസം മുൻപായിരുന്നു ഇറാന്റെ ബുഷേഹർ ആണവ നിലയത്തിൽ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയതായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഇതിന് പിന്നാലെയാണിപ്പോൾ ബുഷേഹർ ആണവ നിലയം ആക്രമിക്കുന്നത്. അത് നിർത്തണമെന്നും ആണവ നിലയത്തിലെ റഷ്യൻ ജീവനക്കാരുടെ ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നിട്ട് വന്നിരിക്കുന്നത് എന്ന മുന്നറിയിപ്പായിരുന്നു റഷ്യ നൽകിയത്. മാത്രമല്ല, ഇറാനും റഷ്യയും തമ്മിൽ നല്ല സുഹൃത്ത് ബന്ധമാണ് കാത്തുസൂക്ഷിക്കുന്നത്. അതിന്റെ ഉദാഹരണമായി തന്നെ സമീപ ദിവസങ്ങളിൽ റഷ്യ ഇറാനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നതും പാശ്ചാത്യ ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് റഷ്യയും ഇറാനും തമ്മിലുള്ള തന്ത്രപ്രധാനമായ സൈനിക സഹകരണം പുതിയ തലത്തിലേക്ക് നീങ്ങുന്നതായി തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത്. ഡ്രോണുകൾ, മരുന്നുകൾ, ആഹാര സാധനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വലിയൊരു കൈമാറ്റം പൂർത്തിയാക്കാൻ റഷ്യ ഒരുങ്ങുന്നതായി തന്നെ വ്യക്തമാക്കുന്നതായിരുന്നു ആ സൂചനകൾ എന്നതാണ് വ്യക്തമാവുന്നത്. ഇതിന് പിന്നാലെയാണിപ്പോൾ ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണം തങ്ങളുടെ ആണവ നിലയത്തിൽ ഇത് ആക്രമിച്ചാൽ ഉണ്ടാകുമെന്ന സൂചന നൽകിയിരിക്കുന്നത്. അതേസമയം ഇറാന്റെ ബുഷേഹർ ആണവ നിലയത്തിൽ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇസ്രായേലിന് റഷ്യയുടെ മുന്നറിയിപ്പ് വന്നതും. ബുഷേഹർ ആണവ നിലയം ആക്രമിക്കുന്നത് അത് നിർത്തണമെന്നും ആണവ നിലയത്തിലെ റഷ്യൻ ജീവനക്കാരുടെ ജീവൻ ഇതിലൂടെ തന്നെ അപകടത്തിലാക്കുന്നു എന്നതാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രായേൽ ശ്രമിക്കുന്നത് ആണവ ദുരന്തം സൃഷ്ടിക്കാനാണ്. ഇതിന്റെ പ്രത്യാഘാതം പരിഹരിക്കാൻ കഴിയാത്തതാണ് എന്നും മിസൈൽ ആക്രമണത്തിൽ ദുരന്തം ഒഴിവായത് ഭാഗ്യം കൊണ്ടാണ് എന്നതാണ് റഷ്യ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറാനെതിരായ ആക്രമണങ്ങൾക്കെതിരെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് രംഗത്ത് വന്നത്. ഇസ്രായേൽ സഖ്യം ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങളെ 6 വർഷം മുൻപ് COVID-19 പാൻഡമിക് സമാനമായ തലത്തിലേക്ക് എത്തിക്കുമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മിഡിൽ ഈസ്റ്റിലെ സംഘർഷത്തിന്റെ അനന്തരഫലങ്ങൾ ഇപ്പോഴും കൃത്യമായി തന്നെ പ്രവചിക്കാൻ ഇവിടെ വലിയ രീതിയിൽ പ്രയാസമാവുകയാണ്. ആ ഒരു സംഘർഷമാകട്ടെ അന്താരാഷ്ട്ര ലോജിസ്റ്റിക് ഉൽപാദന വിതരണം ശൃംഖലകൾക്ക് പോലും കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തി വെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിന് പരിഹാരം കാണണമെന്നും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. അതേസമയം റഷ്യയുടെ പിന്തുണയ്ക്ക് ഇറാൻ നന്ദി അറിയിക്കുകയും പുടിന്റെ വാക്കുകൾ ധൈര്യം പകരുന്നതാണ് എന്നതായിരുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയൻ നൽകിയ ആ ഒരു പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നത്. 2 ദിവസം മുൻപാണ് ഇറാന്റെ ബുഷേഹർ ആണവ നിലയത്തിൽ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത്. ഇതിന്റെ റിപ്പോർട്ടുകൾ സമീപ ദിവസങ്ങളിലാണ് പുറത്തുവരുന്നതും. ആണവ നിലയത്തിന്റെ കോമ്പൗണ്ടിനുള്ളിൽ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചുവെന്നും എന്നാൽ നാശനഷ്ടങ്ങളൊന്നും ഇല്ല എന്നും ആണവ ചോർച്ച ഇല്ല എന്നും ഇറാൻ വ്യക്തമാക്കിയിരുന്നു. അമേരിക്കൻ സയനിസ്റ്റ് ശത്രുക്കൾ വീണ്ടും ബുഷേഹർ ആണവ പ്ലാന്റിനെ ആക്രമിച്ചു. ആക്രമണത്തിൽ ആൾനാശമോ മറ്റ് നഷ്ടമോ സംഭവിച്ചിട്ടില്ല എന്നതായിരുന്നു ആണവ കേന്ദ്ര അധികൃതർ അടക്കം അവരുടെ പ്രസ്താവനയിലൂടെ അറിയിച്ചത്. ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ റഷ്യ ആകട്ടെ ഇറാന് പിന്തുണ അറിയിച്ചുകൊണ്ടും ഇസ്രായേലിന് നേരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.